നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. വീടുകൾ തകർന്നും വൈദ്യുത തൂണുകൾ ഒടിഞ്ഞു വീണും നാശനഷ്ടം. തൃക്കരിപ്പൂരിൽ വൻ മയക്കുമരുന്നു വേട്ട. 1.20 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കുമ്പളയിലെ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത് എല്ലാവരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ഇതിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും കുമ്പള പഞ്ചായത്ത് ഭരണസമിതി. ലോകകപ്പ് ഫുട്ബോൾ ആവേശം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകകപ്പ് ഫുട്ബോൾ റാലിയും പെനാൽറ്റി ഷൂട്ടൌട്ടും നടത്തി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ അച്ചടി ദൃശ്യ മാധ്യമ പുരസ്കാര സമർപ്പണം നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബും കാസർഗോഡ് ഡയലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും സംയുക്തമായി പ്രീ ഡയബറ്റിക് മിനി ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇൻസ്പയർ മാനിക് അവാർഡ് ജേതാവ് CH മുഹമ്മദ് ആദിലിന് ആദരവ്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഉദുമ MLA K നീലകണ്ഠന്റെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. വാർത്തകൾ വിശദമായി. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. 2 വില്ലേജ് പരിധികളിലായി വീടുകൾ തകരുകയും വൈദ്യുത തൂണുകൾ ഒടിഞ്ഞു വീഴുകയും കാർഷിക വിളകൾക്കും നാശമുണ്ടായി. തൃക്കരിപ്പൂർ ഇളമ്പച്ചി 12-ാം വാർഡിൽ തെക്കേ തൃക്കരിപ്പൂർ തലിച്ചാലത്തെ P സുലോചനയുടെ വീട് വൈദ്യുത കമ്പികൾ വീണ് തകർന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കുടുംബാംഗങ്ങൾക്ക് പരിക്കേൽക്കാതിരുന്നത്. ബുധനാഴ്ച പുലർച്ചെ 2:30 വീടിന് മുകളിലൂടെ വലിച്ച വൈദ്യുത കമ്പികൾ മറിഞ്ഞു വീണാണ് അപകടം. സുലോചനയുടെ വീടിന്റെ കിടപ്പുമുറിയിലേക്കാണ് മേൽക്കൂര തകർന്നു വീണത്. മകൾ സുരഭിയുടെ മകൻ ഇളമ്പച്ചി ഗുരു ചന്തു പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ കൃഷ്ണദേവും സുലോചനയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. കഴുക്കോലും ഓടും കട്ടിലിലേക്ക് ഒടിഞ്ഞു വീണ ഉടൻ ഇരുവരും വീടിനു പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. തൊട്ടടുത്ത K ചിത്രലേഖയുടെ വീടിനു മുകളിലേക്ക് വൈദ്യുത തൂൺ ഒടിഞ്ഞു വീണു. ഇവിടുത്തെ 8 വൈദ്യുത തൂണുകളാണ് കാറ്റിൽ തകർന്നു വീണത്. പാതയോരത്തെ KV ഉണ്ണികൃഷ്ണന്റെ വീട്ടുപറമ്പിലെ തെങ്ങ് കാറ്റിൽ കടപുഴകി റോഡിനു കുറുകെ വീണാണ് വൈദ്യുത തൂണുകളും കമ്പികളും തകർന്ന് തലിച്ചാലത്ത് അപകടമുണ്ടായത്. നല്ല ഒച്ച കേട്ടിന്, നല്ല മഴ ഉണ്ടായിന്. ഓട് വീഴുന്ന ഒച്ച നമ്മളെ കട്ടിലിൻ്റെ മേലേക്ക് വീണേരം നമ്മൾ ഓടി രക്ഷപ്പെട്ട്. നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജിൽ പൂച്ചോൽ എട്ടാടുമ്മൽ റോഡിലാണ് കാറ്റിൽ നിരവധി വൈദ്യുത തൂണുകൾ തകർന്നു വീണത്. KV ശ്യാമളയുടെ വീട്ടുമുറ്റത്തെ കശുമാവും പ്ലാവും കടപുഴകിയും വീണു. വിമുക്ത ഭടൻ M തമ്പാന്റെ പ്ലാവും തെങ്ങും ഒടിഞ്ഞു വീണു. പകൽ മുഴുവൻ തൃക്കരിപ്പൂരിലെ പല ഭാഗങ്ങളിലും വൈദ്യുതി മുടങ്ങി. ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. തൃക്കരിപ്പൂരിൽ വൻ മയക്കുമരുന്നു വേട്ട. 2 പേർ പിടിയിൽ. 1.20 ഗ്രാം MDMA-യും പിടിച്ചെടുത്തു. ലഹരി സംഘങ്ങൾക്കെതിരെയുള്ള പോലീസിന്റെ ശക്തമായ നടപടിയായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായി. പയ്യന്നൂർ കവ്വായി സ്വദേശി മുഹമ്മദ് സാജിദ് K, വലിയ പറമ്പ് മടാക്കൽ സ്വദേശി മുനീർ MK എന്നിവരെയാണ് ചന്ദേര സബ് ഇൻസ്പെക്ടർ അജ്മൽ M-ഉം സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് 1.20 ഗ്രാം MDMA-യും ഇവർ സഞ്ചരിച്ച ബുള്ളറ്റ് മോട്ടോർസൈക്കിളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടക്കേ തൃക്കരിപ്പൂരിലെ ഷാബ-ഷെട്ടി റോഡ് ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം. ചന്ദേര SI-യുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ക്രമസമാധാന പാലനത്തിന്റെയും ലഹരി വിരുദ്ധ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ തൂഫാന്റെയും ഭാഗമായി വാഹന പരിശോധന നടത്തുകയായിരുന്നു. ഈ സമയം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് ഭാഗത്തുനിന്നും അമിത വേഗതയിൽ വന്ന ബുള്ളറ്റ് മോട്ടോർസൈക്കിൾ പോലീസ് കൈകാണിച്ചതോടെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ചു. എന്നാൽ നിയന്ത്രണം വിട്ട് ബുള്ളറ്റ് റോഡിലേക്ക് മറിയുകയും തുടർന്ന് ഓടിയെത്തിയ പോലീസ് സംഘം ഇവരെ തടഞ്ഞുവെക്കുകയുമായിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതികൾ പരിഭ്രാന്തി കാണിച്ചതിനെ തുടർന്ന് പോലീസ് ഇവരെ വിശദമായ ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കി. ബുള്ളറ്റ് ഓടിച്ചിരുന്ന മുഹമ്മദ് സാജിദിന്റെ പക്കൽ നിന്നും മൊബൈൽ ഫോണും ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകളും കണ്ടെടുത്തു. പിന്നിലിരുന്ന മുനീറിനെ പരിശോധിച്ചപ്പോഴാണ് പാന്റിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന പേഴ്സിനുള്ളിൽ നിന്ന് പ്ലാസ്റ്റിക് സിപ്പ് ലോക്ക് കവറിലാക്കിയ നിലയിൽ വെളുത്ത പൊടി രൂപത്തിലുള്ള പദാർത്ഥം കണ്ടെത്തിയത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കിറ്റിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ഡിറ്റക്ഷൻ കിറ്റ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത് നിരോധിത മയക്കുമരുന്നായ MDMA ആണെന്ന് സ്ഥിരീകരിച്ചത്. സ്വന്തം ആവശ്യത്തിനും മറ്റ് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്തുന്നതിനുമായാണ് ഇത് കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു.
ചന്ദേര സബ് ഇൻസ്പെക്ടർ അജ്മൽ എം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രഭേഷ് കുമാർ, സുനിൽ കുമാർ, നരേന്ദ്രൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുമ്പളയിലെ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത് എല്ലാവരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ഇതിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും കുമ്പള പഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തി എല്ലാവരുമായി കൂടിയാലോചിച്ചാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കുമ്പളയിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയതെന്നും മറിച്ചുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ, മോട്ടോർ തൊഴിലാളി പ്രതിനിധികളടക്കം സംബന്ധിച്ച യോഗ തീരുമാനപ്രകാരമാണ് നിലവിലെ പരിഷ്കരണം നടപ്പിലാക്കിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ രാജേഷ് മനേത്ത്, സെക്രട്ടറി സത്താർ ആരിക്കാടി, ട്രഷറർ അൻവർ സിറ്റി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് 6-ാം നമ്പർ ബസ് സ്റ്റാൻഡിന്റെ സ്ഥാനം നിശ്ചയിച്ചത്. ട്രാഫിക് പരിഷ്കരണ പരാതികൾ ബോധിപ്പിക്കാൻ 15 ദിവസത്തെ സാവകാശവും നൽകിയിരുന്നു. അന്നത്തെ സെക്രട്ടറിയും ഭരണസമിതിയും തമ്മിലുണ്ടായ തർക്കത്തിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വന്നതോടെയാണ് പുതിയ ഭരണസമിതി ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത്. ബസ് സ്റ്റാൻഡ് ഓണേഴ്സ് അസോസിയേഷനും ബസ് തൊഴിലാളികളും എതിർപ്പുമായി വന്നെങ്കിലും ട്രാഫിക് കമ്മിറ്റിയുടെയും ഭരണസമിതിയുടെയും തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ പോലീസ് മേധാവിയെ കണ്ടത്. രാവിലെ പോലീസ് മേധാവിയെ കാണാൻ കൂടെയുണ്ടായിരുന്നവർ ഒരാലോചനയും നടത്താതെ വൈകിട്ട് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്താൻ തീരുമാനിക്കുകയാണുണ്ടായത്. AK അഷ്റഫ് MLA, ജില്ലാ കളക്ടർ, പോലീസ് മേധാവി എന്നിവരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയതും പഞ്ചായത്ത് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിവരുന്നതും വ്യാപാരി നേതാക്കൾക്ക് കൃത്യമായി അറിയാം. വസ്തുതാവിരുദ്ധമായാണ് വ്യാപാരി നേതാക്കൾ പഞ്ചായത്തിനെതിരെ അനാവശ്യ പ്രചാരണങ്ങൾ നടത്തുന്നത്. സമരത്തിൽ CPM, SDPI എന്നിവരുടെ ഇടപെടലുണ്ടോയെന്ന് സംശയിക്കുന്നതായും ജനപ്രതിനിധികൾ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയിൽ എല്ലാവരെയും, അതായത് ഇവിടുത്തെ വ്യാപാരികളെയും അതുപോലെ തന്നെ STU അതുപോലെ തന്നെ മറ്റു എല്ലാ യൂണിയനും ഒന്നിച്ച് ഒരു മീറ്റിംഗ് വിളിച്ചു. അതിൽ നിങ്ങൾക്കറിയാം, ആദ്യത്തെ പേജിങ് എടുക്കി. ആ ആദ്യത്തെ പേജിൽ 80ഓളം ആൾക്കാർ പങ്കെടുത്ത ഒരു യോഗത്തിലാണ്. അതിൽ ഇന്നലെ നടത്തിയ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, യൂത്ത് വിങ് എല്ലാവരെയും പേരും അവരുടെ ഒപ്പുമുണ്ട്. ഐക്യകണ്ഠേന എടുത്ത ഒരു തീരുമാനമാണ് അങ്ങോട്ട് പോയിന്റ് കാണിക്കാന്നുള്ളത്. അതായത് ഇപ്പോഴത്തെ 6-ാം നമ്പർ സ്റ്റോപ്പിൻ്റെ അവിടെ പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു നേതൃത്വം കൊടുത്തത് ഇവരെ എല്ലാവരും കൂടിയിട്ടാണ് നേതൃത്വം കൊടുത്തത്. രണ്ടാമത് അതിന് ശേഷം പണ്ട് അവിടെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം, ബസ്സുകൾ അവിടേക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ നമുക്ക് പലരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതിനെ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്തത്, വ്യാപാരികളെ വിളിച്ചു, സംസാരിച്ചു. അതിനുശേഷം ഓട്ടോ തൊഴിലാളികളെ വിളിച്ചു, STU എല്ലാ യൂണിയനെയും, ബസ് ഉടമകളെ വിളിച്ചു, ബസ് തൊഴിലാളികളെ വിളിച്ചു. ഇവരൊക്കെ വിളിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രാഫിക് കമ്മിറ്റി വിളിക്കുന്നത്. ഇവരൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ട്രാഫിക് കമ്മിറ്റി വിളിച്ചു. ട്രാഫിക് കമ്മിറ്റിയും കൂടി, അതിൽ ട്രാഫിക് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ CI ഉണ്ട്, നിങ്ങൾക്കറിയാം അതിലാരൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ തീരുമാനം ഞങ്ങൾ എടുക്കുന്നത്. മിനുക്കുപണികൾ ബാക്കിയുള്ളതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം ടേക്ക് എ ബ്രേക്ക്, മത്സ്യ മാർക്കറ്റ് എന്നിവ തുറന്നുകൊടുക്കാൻ കഴിഞ്ഞില്ല. അടിയന്തര പ്രാധാന്യത്തോടെ ഇവ തുറന്നുകൊടുക്കാൻ നടപടി സ്വീകരിക്കും. കുമ്പളയിൽ സമഗ്ര വികസനമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. അനാവശ്യ വിവാദമുണ്ടാക്കി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ വിസ്മരിക്കരുത്. നടപ്പാത കയ്യേറിയുള്ള കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയ്ക്കെതിരെയും ഡ്രൈനേജ് സംവിധാനമില്ലാത്ത ഹോട്ടൽ, കൂൾബാറുകൾ എന്നിവയ്ക്കെതിരെയും പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. പ്രസിഡന്റ് VP അബ്ദുൾ ഖാദർ, വൈസ് പ്രസിഡന്റ് M ബൽക്കീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അസീസ് കളത്തൂർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP ബാലിദ്, ഇനാസ്, ഫവാസ് കൊഹിനൂർ, മഞ്ജുനാഥ ആൽവ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള. കാൽപന്ത് കളിയുടെ പെരുമ്പൂരമായ ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് തെളിഞ്ഞപ്പോഴും ഫുട്ബോൾ ഗ്രാമങ്ങളിൽ ആവേശത്തിന് കുറവില്ല. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHC വിഭാഗം NSS വിദ്യാർത്ഥികളും അധ്യാപകരും ലോകകപ്പ് ഫുട്ബോൾ റാലിയും പെനാൽറ്റി ഷൂട്ടൌട്ടും നടത്തി.
സംസ്ഥാന സർക്കാരിന്റെ 1 മില്യൺ തൂഫാൻ ഗോൾ ക്യാമ്പയിനിൽ കലയും കായികവുമാവട്ടെ വിദ്യാർത്ഥികളുടെ ലഹരിയെന്ന സന്ദേശമുയർത്തി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കുട്ടികൾ നൃത്തച്ചുവടുകൾ വെച്ചു. ഇഷ്ട ഫുട്ബോൾ ടീമുകളുടെ വർണ്ണ ജേഴ്സികളണിഞ്ഞ് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിൽ നിന്നുമാണ് ഫുട്ബോൾ റാലി മിനി സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഗോൾ വല നിറച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VK രാജേഷ്, NSS പ്രോഗ്രാം ഓഫീസർ KM രഞ്ജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി KV അനിൽകുമാർ, അധ്യാപകരായ T സുജിത, CK ശ്രീജ, KV ഷെമി, KV പ്രമീള, M നിമിത, K ബിനീഷ്, S അതുൽ, P അജിത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ അച്ചടി ദൃശ്യ മാധ്യമ പുരസ്കാര സമർപ്പണം നടന്നു. കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് രാജ്യത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോഴുണ്ടാകുന്നതെന്നും ടെലിഗ്രാഫ് ജേർണലിസ്റ്റ് രാജഗോപാലിനെ പോലുള്ളവർക്ക് ജീവിക്കാൻ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥ ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ MV ദാമോദരൻ സ്മാരക പുരസ്കാരം മാതൃഭൂമി കാഞ്ഞങ്ങാട് ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ EV ജയകൃഷ്ണനും, T കുഞ്ഞിരാമൻ മാസ്റ്റർ പുരസ്കാരം മാതൃഭൂമി തൃക്കരിപ്പൂർ ലേഖിക P ശില്പയ്ക്കും, സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക പുരസ്കാരം ന്യൂസ് മലയാളം ചാനൽ റിപ്പോർട്ടർ രതീഷ് വാസുദേവനും, KV രാവുണ്ണി സ്മാരക പുരസ്കാരം ഉത്തരദേശം റിപ്പോർട്ടർ P പ്രവീൺ കുമാറിനും സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ ഇന്ത്യയിൽ രാജഗോപാലിനെ പോലൊരാൾക്ക് പാസ്പോർട്ടിന് വേണ്ടി ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉള്ള നില ഇന്ത്യയുടെ ഒരു പൊതുനില അത്ര ഭംഗിയല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. മാത്രമല്ല, ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് കേൾക്കുന്ന 2-3 കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരാണെങ്കിലും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഉത്തരേന്ത്യയിലെ പല പ്രൊഫസർമാരും അവർ പലരും ഇപ്പോൾ ഉത്തരേന്ത്യ വിടുകയാണ്, പലരും ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾ ഒരാളെന്നോട് പറഞ്ഞത് ഇപ്പോൾ ധാരാളം പ്രൊഫസർമാരെ കിട്ടാനുണ്ട്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ്റൊക്കെ വന്നതുകൊണ്ട് അവരൊക്കെ വിളിച്ചാൽ നിങ്ങളുടെ കോളേജിലൊക്കെ ധാരാളം പ്രൊഫസർമാരെ കിട്ടും യൂണിവേഴ്സിറ്റികളിൽ. അതൊരു അവൈലബിലിറ്റിയുടെ പോലെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കതൊരു വലിയൊരു ഞെട്ടലോട് കൂടിയാണ് ഞാൻ കേട്ടത്. കാരണം അവിടെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ വരുന്നത്. അവ ശാസ്ത്രം പഠിപ്പിക്കുന്നവരും പ്രത്യേകിച്ച് സാമൂഹ്യ ശാസ്ത്രത്തിൽ ഹിസ്റ്ററി, എക്കണോമിക്സ് പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ, പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന ആളുകൾ, അവരുടെ ക്യാമ്പസുകളിൽ അവർക്ക് അത് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. നിയമബിരുദം നേടിയ TN സിദ്ധാർത്ഥ് 10ാം തരത്തിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ J ദേവനാരായണൻ എന്നിവർക്ക് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് AM ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രസ് കോൺഫറൻസുകൾക്ക്, പത്രപ്രവർത്തകരുടെ കോൺഫറൻസുകൾക്ക് നമ്മുടെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ എത്തിയ വ്യക്തിയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു ശക്തനായ രാഷ്ട്രീയ നേതാവ് എന്ന് ഉപരി ചിന്തിക്കുന്ന, വായിക്കുന്ന, എഴുതുന്ന, നമ്മളൊക്കെ ഏത് തരത്തിലും നമ്മോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട CP ജോണാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷൻ VV രമേശൻ, രവീന്ദ്രൻ രാവണേശ്വരം, MP ജാഫർ, അനിൽ വഴുന്നൂറടി, M പ്രശാന്ത്, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈൻ ഹാജി, C കുഞ്ഞാമത് ഹാജി പാലക്കി, TK രാജൻ, സുധാകരൻ മടിക്കൈ, സുരേഷ് മോഹൻ, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ, KS ഹരി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മൻസൂർ ഹോസ്പിറ്റലും ബിഗ് മാളും ചേർന്ന് പ്രസ് ഫോറത്തിന് ഒരുക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ രൂപരേഖ മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ C കുഞ്ഞാമത് ഹാജി പാലക്കി മന്ത്രി CP ജോണിന് കൈമാറി. ഇതോടെ സംസ്ഥാനത്ത് തന്നെ സ്വന്തമായി കെട്ടിടമുള്ള ആദ്യ പ്രസ് ഫോറമായി കാഞ്ഞങ്ങാട് പ്രസ് ഫോറം മാറും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബും കാസർഗോഡ് ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും സംയുക്തമായി പ്രീ ഡയബറ്റിക് മിനി ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് റാഷിദ് പെരുമ്പളയുടെ അധ്യക്ഷതയിൽ പാസ്റ്റ് പ്രസിഡന്റും LCIF കോർഡിനേറ്ററുമായ അഷ്റഫ് അലി അച്ചു ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബും കാസർഗോഡ് ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച പ്രീ ഡയബറ്റിക് മിനി ക്യാമ്പ് ശ്രദ്ധേയമായി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് പാസ്റ്റ് പ്രസിഡന്റും LCIF കോർഡിനേറ്ററുമായ അഷ്റഫ് അലി അച്ചു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് റാഷിദ് പെരുമ്പള അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബും അതുപോലെ തന്നെ ഡയാലൈഫ് കാസർഗോഡ് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഡയബറ്റിക്കിൻ്റെ സ്പെഷ്യലിസ്റ്റായ ഒരു ക്ലിനിക്കാണ്. ഇപ്പോൾ അവർ മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സർവീസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡയബറ്റിക് ക്യാമ്പ് നടത്തുന്നുള്ളത്. അതായത് നമ്മൾ ലയൺസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു സർവീസ് പ്രോജക്റ്റാണ്. നമ്മൾ 7 ദിവസത്തിൽ ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ് ഡയബറ്റിക് ക്യാമ്പ് നടത്തുക എന്നുള്ളത്. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ C സ്വാഗതം പറഞ്ഞു. ട്രഷറർ ലത്തീഫ് ടോട്ടോമാൾ, വൈസ് പ്രസിഡന്റ് ലത്തീഫ് ചായ്ക്കഥ, ജോയിന്റ് സെക്രട്ടറി റയീസ് അറേബ്യൻ, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മഷൂദ് മദീന, മെമ്പർഷിപ്പ് ചെയർപേഴ്സൺ അമീൻ നായന്മാർമൂല, ടൈൽ ട്വിസ്റ്റർ സമീർ അറേബ്യൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായ ദിൽഷാദ് സിറ്റി ഗോൾഡ്, സജ്ജാദ് നായന്മാർമൂല എന്നിവർ സംസാരിച്ചു. ഇനീഷ്യേഷനാണ്. എല്ലാ പ്രാവശ്യവും നമുക്ക് സോഷ്യൽ ക്ലബിലേക്ക് നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി വന്ന ഡയാലൈഫിൻ്റെ സപ്പോർട്ട് കൂടി നമ്മളിവിടെ ചെയ്യുന്ന ഒരു ഡയബറ്റിക്സ് ക്യാമ്പ്. ഇപ്പോൾ ഈ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ കുറച്ചെങ്കിലും സമയം നമ്മുടെ ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മളൊരു സപ്പോർട്ടിനായി ഡയാലൈഫുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വളരെ കോപ്പറേറ്റീവായി നമ്മളോട് പറയുകയും നമ്മൾ ഇത്രയും ഈസിയായി നമുക്കിത് ഓർഗനൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. സോ ബിഗ് താങ്ക്സ് ടു ദ ഡോക്ടർ ആൻഡ് ദ ഡയാലൈഫ് ടീം. കാസർഗോഡ് നഗരസഭാ കൗൺസിലർ അബ്ദുറഹിമാൻ തൊട്ടാൻ ക്യാമ്പിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ലയൺസ് ക്ലബിൻ്റെ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഡയലൈഫ് ഡയബറ്റീസിനായിട്ടുള്ള ഈ സൗജന്യ ക്യാമ്പാണ്. ഇതിന് ഈ ലയൺസ് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാരുണ്യ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുകയാണ്. കാസർഗോഡ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ. ഇതിന് എല്ലാവിധ ആശംസകൾ ഞാൻ നേരുന്നു. അതേപോലെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ഇനിയും മുന്നോട്ട് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഞങ്ങളുടെ ഭാഗത്ത് മുനിസിപ്പാലിറ്റി ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഇതിന് എല്ലാവിധ ആശംസകൾ ഞാൻ നേരുന്നു. ഡയാലൈഫ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി IK പ്രമേഹരോഗ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നമ്മുടെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി രോഗികൾക്കുള്ള ക്യാമ്പല്ല. നമ്മൾ രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളതിനെ നിർണ്ണയിക്കാനുള്ള ഒരു പ്രീ ഡയബറ്റിക് ക്യാമ്പാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കറിയാം ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അന്തർദേശീയമൊന്നുമല്ല, ഇൻ്റർനാഷണൽ ലെവലായിട്ട് നമുക്ക് ധാരാളം ക്യാമ്പുകളെന്ന് മാത്രമല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെയധികം നല്ല പ്രവൃത്തികൾ നടത്തിക്കൊണ്ടുവരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരോടൊപ്പം സഹകരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പ് ഡയാലൈഫിന് നടത്താൻ പറ്റിയത് നല്ലൊരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു. കാരണം ജനങ്ങൾക്ക് സേവനം കൊടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഏകദേശം കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളായിട്ട് 250ഓളം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഡയാലൈഫിൻ്റെ അണ്ടറിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്യാമ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ വെറുതെ ഫ്രീ ആയി കൊടുക്കുക എന്നുള്ളതല്ല, ജനങ്ങളിൽ ഈ ഒരു അസുഖത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ജീവിതശൈലിയിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടത്തുന്നത്. ഇതിന് പൂർണ്ണ സഹകരണം ലയൺസ് ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ മുന്നോട്ടും ഇങ്ങനെയുള്ള ക്യാമ്പുകളിലും അതുപോലെ ഈ ജനസമ്പർക്കമായിട്ടുള്ള അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനത്തിൽ ഡയാലൈഫിൻ്റെ കൂടെ ഞങ്ങൾക്ക് ലയൺസ് ക്ലബ്ബ് കൂടെ ഉണ്ടാകുമെന്ന് ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിച്ചേരുന്ന എല്ലാവർക്കും ആശംസ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.
കാരണം നമ്മളെ ക്യാമ്പിൽ ഷുഗർ, പ്രഷർ, ക്രിയാറ്റിൻ, ബോഡി പാരാമീറ്റർ മുതലായ പരിശോധനകൾ നടന്നു. പ്രമേഹ രോഗികളുടെ ഭക്ഷണ രീതികളെക്കുറിച്ച് ഡയറ്റീഷ്യൻ അഫ്ര വിശദീകരിച്ചു. ഡയാലൈഫ് സൗജന്യ ആരോഗ്യ കാർഡ് വിതരണവും ക്യാമ്പിൽ നടന്നു. ജനറൽ മാനേജർ മൻസൂർ നന്ദി പറഞ്ഞു. PROമാരായ ശരത്, സഫീർ കുമ്പള എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധനകൾ പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 33ാമത് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിന് പ്രൗഢ സമാപനം. 786 പോയിന്റോടെ ഉദുമ ഡിവിഷൻ ജേതാക്കളായി. മുള്ളേരിയ, മഞ്ചേശ്വരം ഡിവിഷനുകൾ യഥാക്രമം 2, 3 സ്ഥാനം കരസ്ഥമാക്കി. 33ാമത് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിന് ശുഭപരിസമാപ്തി. ഈ മാസം 1 മുതൽ വിവിധ സാംസ്കാരിക പരിപാടികളും മത്സര പരിപാടികളുമായി സീതാങ്കോളി നഗരത്തിൽ ഉത്സവ പ്രതീതിയോടെ നടന്ന സാഹിത്യോത്സവിൽ 786 പോയിന്റോടെ ഉദുമ ഡിവിഷൻ ജേതാക്കളായി. 589 പോയിന്റ് നേടി മുള്ളേരിയ ഡിവിഷൻ 2ാം സ്ഥാനവും 588 പോയിന്റ് നേടി മഞ്ചേശ്വരം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സംഗമം SSF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് റയീസ് മൊയ്നിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ ഉദ്ഘാടനം ചെയ്തു. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ പ്രമേയ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, സയ്യിദ് മുത്തുക്കോയ തങ്ങൾ, കണ്ണവം സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ, മൽഹദ് സയ്യിദ് ജബ്ബാർ തങ്ങൾ, മുഹമ്മദ് സഖാഫി പാത്തൂർ, ജമാൽ സഖാഫി പെർവാഡ്, അബ്ദുൾ റഹ്മാൻ അഹ്സനി, ബഷീർ മങ്കയം, സയ്യിദ് ത്വൽഹത്ത് തങ്ങൾ, നടുബയൽ ഹാജി, സയ്യിദ് ഹാമിദ് അൻവത്തങ്ങൾ, സിദ്ദിഖ് സഖാഫി ബായാർ, അബ്ബാസ് സഖാഫി മൺമേ, ഉമർ സഖാഫി കർണൂർ, ബഷീർ പുളിക്കർ, മുഹമ്മദ് സഖാഫി കുട്യാളം, മൂസ സഖാഫി കളത്തൂർ, ഖാദർ സഖാഫി മൊഗ്രാൽ, സിദ്ദിഖ് സഖാഫി ഉറുമി, ഉമർ മാഹിൻ, മുഹമ്മദ് പുണ്ടൂർ, റസാഖ് ഹാജി അറഫ, സിദ്ദിഖ് ഹനീഫി, അഷ്റഫ് കാർലെ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തുന്ന ഇൻസ്പയർ മാനിക് അവാർഡ് ജേതാവായ CH മുഹമ്മദ് ആദിലിന് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദരവ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ആദിലിന് ഉദുമ MLA കെ നീലകണ്ഠന്റെയും സ്കൂൾ അധികൃതരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജപ്പാൻ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് ടോക്കിയോയിൽ നടത്തിയ ശാസ്ത്ര പ്രദർശനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ മുഹമ്മദ് ആദിലിന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യുടെയും മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഹോട്ടലുകളിലും വീടുകളിലും വ്യവസായശാലകളിലും തീൻമേശകൾ അണുവിമുക്തമാക്കി ശുചീകരിക്കാൻ കഴിയുന്ന ഹൈജീനിക് ഓട്ടോമാറ്റിക് ടേബിൾ ക്ലീനറിന്റെ കണ്ടുപിടുത്തമാണ് ജപ്പാനിലെ ശാസ്ത്രമേളയിലേക്ക് ആദിലിന് വഴിതെളിയിച്ചത്. കുട്ടികളിലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നൂതന ചിന്തയും സർഗാത്മകതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് വിദ്യാലയങ്ങളിൽ നടത്തിവരുന്ന ഇൻസ്പയർ മനാക്കാണ് ആദിലിന്റെ കഴിവ് തിരിച്ചറിഞ്ഞത്. പള്ളിക്കര കല്ലിങ്കലിലെ കച്ചവടക്കാരൻ CH ഷംസുദ്ദീന്റെയും NA ഉമ്മാഞ്ഞിയുടെയും മകനാണ് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLC പഠനം പൂർത്തിയാക്കിയ ആദിൽ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ കെ നീലകണ്ഠൻ MLA ആദിലിനെ പൊന്നാടയണിയിച്ച് പുഷ്പോപഹാരം നൽകി. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ, സ്ഥിരം സമിതി ചെയർമാൻ ഷംസുദ്ദീൻ തെക്കിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം നസീർ ബണ്ടിച്ചാൽ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ PV റഫീഖ്, സ്കൂൾ PTA പ്രസിഡന്റ് PK വിനോദ് കുമാർ, മാനേജർ TK ജമീല, മാനേജ്മെന്റ് പ്രതിനിധി ഡോക്ടർ റാഫി അഹമ്മദ്, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ചട്ടഞ്ചാൽ, സ്കൂൾ പ്രിൻസിപ്പൽ ശൈലജ K ഗോപാലൻ, പ്രഥമാധ്യാപകൻ PV മനോജ് കുമാർ, അധ്യാപകരായ K പ്രേമരാജ്, TV ശ്രീകുമാർ, B കൃപ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ബാലഗോകുലം ഉത്തര കേരളം സംസ്ഥാന വാർഷിക സമ്മേളനം ജൂലൈ 10 മുതൽ 12 വരെ തീയതികളിലായി കാസർഗോഡ് ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി പ്രവർത്തക പഠന ശിബിരം ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാലഗോകുലം ഉത്തര കേരളം സംസ്ഥാന വാർഷിക സമ്മേളനം ജൂലൈ 10, 11, 12 തീയതികളിൽ കാസർഗോഡ് ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. 10 രാവിലെ 10 മണിക്ക് സംസ്ഥാന നിർവാഹക സമിതി യോഗം നടക്കും. 11 രാവിലെ 10 മണിക്ക് സമ്മേളന നഗരിയിൽ പതാക ഉയരുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. ഉത്തര കേരളം സംസ്ഥാന അധ്യക്ഷൻ എം സത്യൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി പ്രവർത്തക പഠന ശിബിരം ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ സ്വയംസേവക സംഘം ക്ഷേത്രീയ കാര്യവാഹക് എം രാധാകൃഷ്ണൻ നവയുഗ സംഘാടകൻ എന്ന വിഷയത്തിൽ സംസാരിക്കും. ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികൾ പങ്കെടുക്കുന്ന ബാലസഭയും സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കും. ബാലസഭയിൽ വലയിൽ വീഴാതെ വളരാം, അമൃത ഭാരതത്തിന് ഗോകുല നേതൃത്വം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഭഗിനി സഭയിൽ ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് OM ശാലീന വിഷയാവതരണം നടത്തും. വൈകുന്നേരം നടക്കുന്ന ബാലപ്രതിഭാ സംഗമത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ ആദരിക്കും. ചിന്മയ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 12 രാവിലെ 10 മണിക്ക് വാർഷിക പൊതുസഭ സംസ്ഥാന അധ്യക്ഷൻ എം സത്യൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കേന്ദ്ര ഊർജ്ജ വകുപ്പ് സഹമന്ത്രി ശ്രീപദ് യശോ നായിക് ഉദ്ഘാടനം ചെയ്യും. സി സദാനന്ദൻ മാസ്റ്റർ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമം സ്വാമി യോഗാനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തും. ബാലഗോകുലം കേന്ദ്ര സമിതി അധ്യക്ഷൻ R പ്രസന്നകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ CV പൊതുവാൾ, വർക്കിംഗ് ചെയർമാൻ ഹരിശ്ചന്ദ്ര നായിക്, ബാലസംസ്കാര കേന്ദ്രം ചെയർമാൻ PK വിജയരാഘവൻ, സംസ്ഥാന പൊതുകാര്യദർശി NM സദാനന്ദൻ എന്നിവർ സംസാരിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സഭയിൽ പ്രമേയാവതരണം, പുതിയ ഭാരവാഹി പ്രഖ്യാപനം എന്നിവ നടക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ താലൂക്ക് പരിധിയിലെ 1100 പ്രതിനിധികളടക്കം ആകെ 1500ഓളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ വരും തലമുറയെ ഏത് രീതിയിലാണ് വഴിതെരിച്ച് തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നത്, അതിനെക്കുറിച്ച് പൊതുസമൂഹം കൂടുതൽ ജാഗരൂകരായിക്കൊണ്ട് എങ്ങനെ നമുക്ക് പുതിയ തലമുറയെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗത്തിലേക്ക് എത്തിക്കാം, അതിനുവേണ്ട നടപടികൾ എങ്ങനെ സ്വീകരിക്കാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രമേയാവതരണവും ഈ ഒരു സമ്മേളനത്തിൽ നടക്കും. 12-ാം തീയതി ഉച്ചയോടുകൂടിയിട്ട് ഈ സംസ്ഥാന സമ്മേളനം അവസാനിക്കുകയും പുതിയ വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആസൂത്രണം ചെയ്തുകൊണ്ട് പ്രതിനിധികൾ തിരിച്ചുപോയി അടുത്ത വർഷം, അതായത് ബാലഗോകുലത്തിൻ്റെ 52ാമത് വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് പൂർണ്ണമായും സംഘടനാ ദൃഢീകരണത്തിന് വേണ്ടിയിട്ടാണ് സംഘടന തീരുമാനമെടുത്തിട്ടുള്ളത്. അത് വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രവർത്തകർക്ക് പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് കൂടുതൽ സംഘടനയെ ദൃഢീകരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം ആണ് ബാലഗോകുലം ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് ശ്രീധരൻ PM, ഹരിശ്ചന്ദ്ര നായിക്, രവീന്ദ്ര റായ് ശുരിബാഗിലു, K ജയരാമശെട്ടി, രാജേന്ദ്ര മവ്വാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കസായ ജംബോ സർക്കസ് കാസർഗോഡ് പ്രദർശനം ആരംഭിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശം നുള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് സർക്കസ് ആരംഭിച്ചത്. 2 മണിക്കൂർ നീളുന്ന ഷോയിൽ 30-ലേറെ വിസ്മയ പ്രകടനങ്ങളാണ് ആസ്വാദകരെ കാത്തിരിക്കുന്നത്. എല്ലാത്തരം കാലാവസ്ഥയെയും അതിജീവിക്കാൻ കഴിയുന്ന വാട്ടർ പ്രൂഫ് ആൻഡ് ഫയർ പ്രൂഫ് ടെന്റിലാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. സാഹസികതയും വിനോദവും ഇടകലർന്ന അത്ഭുത കലാരൂപമായ സർക്കസിന് പുത്തൻ മാനങ്ങൾ പകർന്നു നൽകിയ ജംബോ സർക്കസിന്റെ പ്രദർശനം കാസർഗോഡ് ആരംഭിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് നുള്ളിപ്പാടി ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് സർക്കസ് ആരംഭിച്ചത്.
10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജംബോ സർക്കസ് കാസർഗോഡ് എത്തുന്നത്. അത്ഭുതകരമായ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് താൻസാനിയ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പരിശീലനം സിദ്ധിച്ചതും കഴിവുറ്റതുമായ വിദേശ കലാകാരന്മാരും മണിപ്പൂരി ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 100-ൽ പരം കലാകാരന്മാരും സർക്കസിൽ അണിനിരക്കുന്നുവെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 മണിക്കൂർ നീളുന്ന ഷോയിൽ 30-ലേറെ വിസ്മയ പ്രകടനങ്ങളുണ്ട്. മെക്സിക്കൻ വീൽ ഓഫ് ഡെത്ത്, റൊമാൻറ്റിക് സാരി ബാലൻസിംഗ്, അക്രോബാറ്റിക് ചെയർ ബാലൻസിംഗ്, ഡണ്ടൽ എരിയൽ ആക്ട്, ഡബിൾ സാരി ആക്ട്, ട്രംപോളിൻ, ആഫ്രിക്കൻ ഫ്രോഗ് ആക്ട്, മയൂര നൃത്തം, പുതിയ ക്ലൗൺ ആക്ടുകൾ, റോളർ ആക്ട്, സ്റ്റിക്ക് ബാലൻസ്, റോബോട്ടിക് വന്യജീവികൾ തുടങ്ങി ആരെയും വിസ്മയിപ്പിക്കുന്ന അത്ഭുത കാഴ്ചകളാണ് ജംബോ സർക്കസിൽ ആസ്വാദകരെ കാത്തിരിക്കുന്നത്. ദിവസേന 3 പ്രദർശനങ്ങളാണ്. ഉച്ചയ്ക്ക് 1 മണി, 4 മണി, വൈകുന്നേരം 7 മണി എന്നിങ്ങനെയാണ് പ്രദർശന സമയം. 150, 250, 350 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. എല്ലാത്തരം കാലാവസ്ഥയെയും അതിജീവിക്കുവാൻ കഴിയുന്ന വാട്ടർ പ്രൂഫ് ആൻഡ് ഫയർ പ്രൂഫ് ടെൻറ്റിലാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചു. 3 ഷോ ഡെയിലി, 1 മണി, 4 മണി, 7 മണി. പിന്നെ വിദേശി ആർട്ടിസ്റ്റുകളുണ്ട്. ആൻ്റണി, ആഫ്രിക്ക, പിന്നെ എത്യോപ്യയിലുള്ള ഉണ്ട്, ടാൻസാനിയയിലുള്ള ആൾക്കാരുണ്ട്. 10-100-ൽ പരം കലാകാരന്മാരുണ്ട്. 30 ഐറ്റംസാണ് നമ്മൾ ഓരോ ഷോനും. ഐറ്റംസ് ചെറിയ 1-2 ഐറ്റംസ് ഇങ്ങനെ മാറി മാറി വരും. എല്ലാ ഷോനും എല്ലാ ഇതും ഉണ്ടാവും. പുതിയ ഐറ്റം ഇപ്രാവശ്യം പലതും പുതിയതാണ് ഐറ്റംസ്. മെക്സിക്കൻ വീൽ എന്ന് പറഞ്ഞ ഒരു പുതിയ ഐറ്റം ഉണ്ട്. അത് വേറെ ഒരു സർക്കസിലും കാണാൻ കഴിയാത്തൊരിതാണ്. അമേരിക്കൻ ആർട്ടിസ്റ്റ് വന്നിട്ട് ഇവിടെ ഞങ്ങളടുത്ത് 2 കൊല്ലം ഉണ്ടായിരുന്നു. അവർ നമ്മളെ ആർട്ടിസ്റ്റിനെ പഠിപ്പിച്ചെടുത്തതാണ്. ജംബോ സർക്കസ് മാനേജർ KP രാജീവൻ, കോർഡിനേറ്റർ മഹേഷ് മാറോളി, ആന്റണി താൻസാനിയ, വസീം അഹമ്മദ്, നിയാന, പ്രമോദ് തലശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിൽ പ്രധാനാധ്യാപകനായി ചുമതലയേറ്റ ആദ്യ ചടങ്ങിൽ കുരുന്നുകൾക്ക് ഗുരുനാഥൻ സമ്മാനിച്ചത് കുട്ടിക്കഥകളുടെയും കവിതകളുടെയും പുസ്തകങ്ങൾ. പ്രമുഖ സാഹിത്യകാരൻ പ്രകാശൻ കരിവെള്ളൂരാണ് വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ പുസ്തകങ്ങളുമായി വരവേറ്റത്. മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുഞ്ഞു കഥകളുടെയും കവിതകളുടെയും പുസ്തകങ്ങൾ സ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തക പൂമഴ പരിപാടിയിലാണ് പ്രധാന അധ്യാപകൻ കുരുന്നുകൾക്ക് നൽകിയത്. സ്വന്തം പുസ്തകങ്ങൾ ഉൾപ്പെടെ പ്രശസ്തമായ 60ഓളം ബാലസാഹിത്യ കൃതികൾ മൈത്താണി സ്കൂളിന്റെ അങ്കണത്തിൽ പൂമഴയായി പെയ്തു. വായനയുടെ ലോകത്തേക്ക് കുരുന്നുകൾ പിച്ചവയ്ക്കുമ്പോൾ അവർക്ക് ആസ്വാദ്യകരമായി മാറുന്ന രീതിയിലാണ് പുസ്തകപ്പൂമഴ സംഘടിപ്പിച്ചത്. സ്കൂൾ PTA നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടന്ന പുസ്തകപ്പൂമഴ പരിപാടി കവിയും ചലച്ചിത്ര കലാകാരിയുമായ CP ശുഭ ഉദ്ഘാടനം ചെയ്തു. ഏതിന്റെ കരുവാ? അറിവിന്റെ അല്ലേ? അറിവിൻ കനിയുടെ കരുവാണ്. കണ്ണു തുറന്നൊന്നു കാണുക നീ, ഉള്ളു നിറഞ്ഞു ചിരിക്കുക നീ. ടീച്ചർ നേരത്തെ പറഞ്ഞല്ലേ, ഉള്ളു നിറഞ്ഞു ചിരിക്കുക നീ. കതിരോൻ സൂര്യൻ കതിരോൻ നിന്റെ തുണക്കുണ്ട്, കുഞ്ഞാറ്റകളുടെ കൂട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ സന്തോഷം നേദിക്കുന്നവ നിങ്ങൾക്കായി. അമ്മ പറഞ്ഞു. അപ്പൊ കുഞ്ഞു ചോദിക്കുന്നത്, അമ്മേ ഞാനിത് നുള്ളട്ടെ. ഏത്? ഈ കരു ട്ടാ. അമ്മേ ഞാനിത് നുള്ളട്ടെ, കുഞ്ഞേ നീ ഇത് കൊള്ളേണം. അക്ഷരമാല ധരിക്കേണം നീ, രക്ഷാകവചമതറിയണം. അക്ഷരമാല ധരിക്കേണം നീ, രക്ഷാകവചമതറിയണം. എന്താ അക്ഷരമാല? PTA പ്രസിഡന്റ് K അനിൽ അധ്യക്ഷത വഹിച്ചു. P സരിത, S സബിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തനിമ കലാസാഹിത്യ വേദിയൊരുക്കിയ മൺസൂൺ രാഗ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മഴപ്പാട്ടുകൾ പാടിയും ഓർമ്മകൾ പങ്കിട്ടും കവിതകൾ ആലപിച്ചും പഴയകാലത്തെ തിരിച്ചു കൊണ്ടുവരുന്നതായി മാറി പരിപാടി. മധുരമായ മഴപ്പാട്ടുകൾ പാടിയും ഓർമ്മകൾ പങ്കിട്ടും കവിതകൾ ആലപിച്ചും പഴയകാലത്തെ തിരിച്ചു കൊണ്ടുവന്നു തനിമ കലാസാഹിത്യവേദി. കഴിഞ്ഞ ദിവസം സായാഹ്നത്തിൽ ഡയലോഗ് സെന്ററിൽ തനിമ നടത്തിയ മൺസൂൺ രാഗ എന്ന പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. മധുരക്കിഴങ്ങു പുഴങ്ങിയതും കാപ്പിയും നുണഞ്ഞും അവർ ഓർമ്മകളെയും പഴയകാലത്തെയും പുനരാവിഷ്കരിച്ചു. സുബിൻ ജോസ്, ഷെരീഫ് കുരിക്കൽ, യൂസുഫ് കട്ടത്തടുക്ക, അബു ത്വായി,
റഹ്മത്ത് തളങ്കര, റഹീം ബള്ളൂർ, അബൂബക്കർ ഗിരി, നിസാർ പെർവാഡ്, റഹീം തെരുവത്ത്, മുംതാസ് ടീച്ചർ, രവി ബന്തെടുക്ക, CL ഹമീദ്, ഷെരീഫ് കൊടവഞ്ചി, ഷാഫി തെരുവത്ത്, കബീർ തെരുവത്ത്, ഡോക്ടർ അബ്ദുൾ സത്താർ, അഷ്റഫ് അലി ചേരങ്കൈ, സാൻ മാവില തുടങ്ങിയവർ ഒത്തുകൂടി ഓർമ്മകൾ പങ്കുവച്ചു. കവിതകൾ ചൊല്ലിയും പാട്ടുകൾ പാടിയും മഴയോർമ്മകളെ സദസ്സുമായി സംവദിച്ചു. നിരനിരയായി വിളഞ്ഞാടി നിൽക്കും സ്വപ്നക്കഥക്കുലക്കാലങ്ങളെങ്ങുപോയി, നിരനിരയായി വിളഞ്ഞാടി നിൽക്കും സ്വപ്നക്കഥക്കുലക്കാലങ്ങളെങ്ങുപോയി, നീർമണാമണ്ണിൻ മഹിമകളുതിർക്കും പൊൻകതിരുകൾ കിളിർക്കുന്ന കാലങ്ങളെവിടെയെന്ന്, നീർമണാമണ്ണിൻ മഹിമകളുതിർക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്ററിന്റെ 5ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. കാസർഗോഡ് MLA കലക്ടർ മാഹിൻ ഹാജി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഹൃദയ ചികിത്സാ രംഗത്ത് നൂതനമായ മികവുകളോടെ കാസർഗോഡിന്റെ സ്പന്ദനമായി മാറിയ കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്ററിന്റെ 5ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ആശുപത്രിയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ 5 വർഷത്തിൽ 5000 ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തി കാസർഗോഡിന് കരുതലേകിയ അഭിമാന നേട്ടവും ഹൃദയപൂർവ്വം ആഘോഷിച്ചു. കാസർഗോഡ് MLA കലക്ടർ മാഹിൻ ഹാജി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, CH കുഞ്ഞമ്പു, ഡോക്ടർ രേഖ റായ്, മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്ററിന്റെ മറ്റ് ഡോക്ടർമാർ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ചീഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഭരതേഷിന്റെ നേതൃത്വത്തിലാണ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്ററിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. 5000 ഹൃദയ ശസ്ത്രക്രിയകൾ എന്ന പെരുമയിലെത്തി നിൽക്കുമ്പോൾ ഡോക്ടർ ഭരതേഷിന്റെ നിസ്വാർത്ഥ സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഇദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം കൊണ്ടും ചികിത്സാ മികവിലൂടെയും നിരവധി പേരാണ് പുതുജീവിതത്തിലേക്ക് തിരികെ വന്നത്. കോഴിക്കോട് മെയ്ത്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് മുഹമ്മദ് റാഫി CKയുടെ നിർദ്ദേശങ്ങളും സഹായവും ഡോക്ടർ ഭരതേഷിന്റെ ചികിത്സാ മികവിന് കരുത്തേകുന്നു. 5000 ഹൃദയ ശസ്ത്രക്രിയകൾ എന്ന അഭിമാന നിറവിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്ററിലുള്ള എല്ലാ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഒപ്പം തങ്ങളോടൊപ്പം എന്നും നിലകൊള്ളുന്ന രോഗികൾക്കും ജനങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നതായും കാസർഗോട്ടുകാർ നൽകിയ വിശ്വാസവും പിന്തുണയുമാണ് കഴിഞ്ഞ 5 വർഷങ്ങളിലെ തങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയെന്നും ഡോക്ടർ ഭരതേഷ് നന്ദി പ്രസംഗത്തിൽ പറഞ്ഞു. തുടർന്നും മികച്ച ഹൃദയ ചികിത്സയും കരുതലും കാസർഗോഡ് ജനതയ്ക്ക് നൽകുവാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത തുടരുന്നതായിരിക്കുമെന്നും ഡോക്ടർ ഭരതേഷ് കൂട്ടിച്ചേർത്തു. ഈ ഡോക്ടർമാരുടെയെല്ലാം മികവിൽ കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ ഇന്ന് ഹൃദയരോഗ ചികിത്സാ രംഗത്ത് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും പുതിയ പേരായി മാറിയിരിക്കുകയാണ്. വൻ നഗരങ്ങളിൽ ഭീമമായ തുക ചിലവഴിച്ച് ചെയ്യുന്ന ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സകളുമെല്ലാം ഏറ്റവും കുറഞ്ഞ ചിലവിലും ഏറ്റവും മികച്ച രീതിയിലും നടത്താവുന്ന എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. നൂതന ചികിത്സയ്ക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധത കൂടി മുഖമുദ്രയാക്കിയ കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ മെഡിക്കൽ ക്യാമ്പുകൾ, പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിച്ചും രോഗപ്രതിരോധ ഹൃദയാരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സപര്യ സാംസ്കാരിക സമിതി സപര്യ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം നടത്തി. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ വെച്ചാണ് പുരസ്കാര ചടങ്ങുകൾ നടന്നത്. മന്ത്രി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. സപര്യ സാംസ്കാരിക സമിതി സപര്യ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം നടന്നു. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ വെച്ച് നടന്ന ചടങ്ങ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നലെ ദാരുണമായ സംഭവം ഇവിടെ നല്ല സമയത്ത് പറയാൻ പാടില്ലെങ്കിലും കുട്ടി മരിച്ചുപോയി. ഒരു യാത്രാ സംഘമാണത്. അത് KSRTC അല്ല, ഒരു വണ്ടിയെടുത്ത് പോയതാണ്. ഞാനിന്ന് മാധ്യമങ്ങളോടൊന്ന് പറഞ്ഞു, വാഹനങ്ങൾ പോകുമ്പോൾ വാഹനങ്ങൾ കളിപ്പാട്ടങ്ങളല്ല. നമുക്ക് ഈ ആനവണ്ടി എന്ന് പറയില്ല, ആനയുടെ മാതിരി തന്നെയാണ് ഈ വണ്ടി, എപ്പോഴും ഇടയെന്നറിയില്ല. അതുകൊണ്ട് ഈ വാഹനങ്ങളെ വളരെ ശ്രദ്ധിച്ചു ഉപയോഗിക്കണം. അതൊരു മെഷീനാണ്, നല്ലതിനും പറ്റും ചീത്തയ്ക്കും പറ്റും. ഇന്നലെ കുട്ടികളെല്ലാം കൂടിയുള്ള സംഘം
വാഹനത്തിന്റെ മുന്നിൽ നിന്ന് ഡാൻസും ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പൊ ആ വാഹനത്തിനകത്തൊരു പാട്ട് വെച്ചു. അപ്പൊ ഈ പാട്ട് കേൾക്കാനുള്ള ഒരു സംവിധാനമല്ല ഈ വണ്ടി. വണ്ടി കേൾക്കാം, പക്ഷെ വണ്ടി നിർത്തിയിട്ട് പുറത്തേക്ക് പാട്ട് കേൾക്കണമെങ്കിൽ എത്ര ഉറക്കെ വെക്കണം കേട്ടെ. അപ്പൊ ആ പാട്ട് മാറ്റാൻ വേണ്ടി ഒരാൾ കയറിയപ്പോൾ എന്തോ ഉണ്ടായിട്ടാണ് കേൾക്കുന്നത്. ക്ലിയറല്ല, അന്വേഷണം വെക്കുന്നതിനെ കുറിച്ച് ഗൗരവമായിട്ടുള്ള എൻക്വയറിയെ കുറിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഇതൊരു മിഷനാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. സപര്യ മുഖ്യ ഉപദേഷ്ടാവ് സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷത വഹിച്ചു. കെ സത്യനാഥൻ വിശിഷ്ടാതിഥിയായി. ബഡ്ജറ്റ് ടൂറിസം സെല്ലിലൂടെ സാധാരണ യാത്രക്കാരെ ആകർഷിക്കുന്ന KSRTCയെയും യാത്രാ സംഘങ്ങളെ ആദരിക്കാനുള്ള പുതുമയാർന്ന പരിപാടി സംഘടിപ്പിച്ച സപര്യ ഒരു മാതൃകയാണെന്നും അതുകൊണ്ട് തന്നെ സപര്യയെ KSRTCയുടെ ആദ്യ ഫ്രണ്ട്ലി സംഘടനയായി പ്രഖ്യാപിക്കുകയാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സപര്യ സാംസ്കാരിക സമിതിയുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം KSRTCയുടെ BTC കാഞ്ഞങ്ങാടിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് നിന്നും പമ്പയിലേക്ക് KSRTC ബസ് അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. കർമ്മശ്രേഷ്ഠ പുരസ്കാരം കാഞ്ഞങ്ങാട് ഡിപ്പോ ATOയായ K സത്യനാഥനും കോർഡിനേറ്റർ K പ്രദീപ് കുമാർ എന്നിവരും ഏറ്റുവാങ്ങി. കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പനാ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം BTCയിൽ യാത്ര ചെയ്ത കക്കാട്ടെ പെണ്ണുങ്ങ എന്ന യാത്ര ചെയ്ത യാത്രാസംഘത്തിനുള്ള ആദരവ് പ്രസീത മനോജ് ഏറ്റുവാങ്ങി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം മാധ്യമ അവാർഡ് ജേതാവ് EV ജയകൃഷ്ണൻ, OV വിജയൻ, മൈക്രോ ചെറുകഥാ പുരസ്കാരം നേടിയ എഴുത്തുകാരി റോമി ബെന്നി, സംരംഭകത്വ പുരസ്കാരം നേടിയ മിംടെക് മാനേജിംഗ് ഡയറക്ടർ SP ഷാജി എന്നിവരെ മന്ത്രി ആദരിച്ചു. KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോ ഓഫീസർ KV രാജീവൻ ആമുഖ പ്രഭാഷണം നടത്തി. EV ജയകൃഷ്ണൻ പുരസ്കാര പരിചയം നടത്തി. CMP സെൻട്രൽ കമ്മിറ്റി അംഗം VK രവീന്ദ്രൻ അനുഗ്രഹ ഭാഷണം നടത്തി. സപര്യ വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ആനന്ദകൃഷ്ണൻ എടച്ചേരി മംഗളപത്രം വായന നടത്തി. N അജയ്കുമാർ, A ദാമോദരൻ, കുക്കൾ ബാലകൃഷ്ണൻ, ബാബു കോട്ടപ്പാറ, TV ഉമേശൻ, എഴുത്തുകാരനായ പ്രേമചന്ദ്രൻ ചോമ്പാല, പ്രഭാകരൻ കാഞ്ഞങ്ങാട്, രാജൻ അഴീക്കോടൻ, ശ്രീകുമാർ കോറോം, അജിത് പാട്യം, രാജാമണി കുഞ്ഞിമംഗലം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സപര്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ പട്ടേന സ്വാഗതവും സപര്യ സംസ്ഥാന ട്രഷറർ കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ നന്ദിയും പറഞ്ഞു. ദേശീയഗാനാലാപനത്തോടെ പരിപാടി പര്യവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഏതൊരു നാടിന്റെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തിന്റെ അടിത്തറ കാർഷിക മേഖലയിലുണ്ടാകുന്ന വളർച്ചയെ ആശ്രയിച്ചാണ് എന്ന കാര്യം നിത്യസത്യമാണെന്ന് കേരള ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് ജില്ലാ സംഗമവും സംസ്ഥാന നേതാക്കൾക്കുമുള്ള സ്വീകരണ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതൊരു നാടിന്റെയും സമൂഹത്തിന്റെയും സമഗ്ര വികസന അടിത്തറ കാർഷിക മേഖലയിലുണ്ടാവുന്ന വളർച്ചയെ ആശ്രയിച്ചാണ് എന്ന കാര്യം നിത്യസത്യമാണെന്ന് കേരള ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് ജില്ലാ സംഗമവും സംസ്ഥാന നേതാക്കൾക്കുള്ള സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് പ്രസ്ഥാനവും കാർഷിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കേരളത്തിൽ K കരുണാകരൻ മന്ത്രിസഭയുടെ കാലം കാർഷിക വിപ്ലവത്തിന്റെ കാലമായിരുന്നുവെന്നും കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ പാവപ്പെട്ട കർഷകരോടും കേരള ജനതയോടും വലിയ അനീതിയാണ് കാണിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെയൊക്കെ വീടുകളിൽ ഞാൻ സ്ഥിരമായിട്ട് പോവും. അന്ന് MSFന്റെ ചുമതല വഹിച്ചിരുന്നത് മുസ്ലിം ലീഗിന്റെ സമ്പന്നതരായ നേതാക്കന്മാരാണ്. അവരെ കാണും. അവരെല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ശ്രീയുടെ സ്വാഗതത്തിൽ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, കേരള യൂണിവേഴ്സിറ്റിയിലും MSFന് ഒരു വൈസ് ചെയർമാൻ സ്ഥാനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു പഴയ കഥയായി ഇവിടെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എന്നെ ഇവിടെ ക്ഷണിച്ചത് നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് ക്ഷണിച്ചതാണ്. നേരത്തെ കൂട്ടി പറഞ്ഞു ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഞാൻ വന്നപ്പോൾ കർഷക സംഘത്തിൻ്റെ സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ ജില്ലാ കർഷക സംഗമം നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ സംഘാടകർ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, നിങ്ങളുടെ മാസികയിൽ പലപ്പോഴും എഴുതാൻ നിർബന്ധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം അല്ലെങ്കിൽ കുറുക്കോടി ഇരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എഴുതി പോകുന്നു. നല്ലൊരു
നല്ലൊരു മാസികയാണ്. മുസ്ലിം ലീഗ് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെ കാർഷിക രംഗത്തെ കർഷകരെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും പ്രത്യേകിച്ചും കഴിഞ്ഞ 5-10 വർഷക്കാലമായി വളരെ വലിയ ശ്രദ്ധയാണ് കാണിക്കുന്നത്. ഗവൺമെൻറ്റൊന്നും ഇല്ലെങ്കിലും കർഷക സംഘവും സ്വതന്ത്ര കർഷക സംഘവും അതുപോലെ തന്നെ കർഷകൻ എന്ന മാസികയിൽ ഒരു പ്രൊഫഷണലായ രീതിയിൽ തന്നെയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. കാഞ്ഞങ്ങാട് ബിഗ്മാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സംസ്ഥാന പ്രസിഡന്റും MLA-യുമായ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഇ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം പാലാട്ട് സ്വാഗതം പറഞ്ഞു. സി മുഹമ്മദ് കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മന്ത്രി CP ജോൺ, സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ MLA, വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് റോഷ്നി ഖാലിദിനെയും സി മുഹമ്മദ് കുഞ്ഞി, പി അബൂബക്കർ ഹാജി, ഖദീജ ഹമീദ് എന്നിവർ ഷാൾ അണിയിച്ച് ആദരിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA അബ്ദുള്ള കുഞ്ഞി ഹാജി, അജാനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി, മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ C കുഞ്ഞാമത് ഹാജി പാലക്കി, ജില്ലാ സെക്രട്ടറി AV ഷാഫി, ഹസൻ നക്കര, ബഷീർ പള്ളംകോട്, A ഹമീദ് ഹാജി, K മുഹമ്മദ് കുഞ്ഞി, ബഷീർ ചിത്താരി, KB മുഹമ്മദ് കുഞ്ഞി, ആയിഷ ഫർസാന, PM ഫാത്തിമ ടീച്ചർ, C കുഞ്ഞാമിന, ER ഹമീദ്, അബ്ബാസ് ബന്ദാട്, സമീർ, MS ഷുക്കൂർ, സലീം ചിത്താരി, പള്ളിവളപ്പിൽ അബ്ദുള്ള, P ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ആറങ്ങാടി അർ-റഹ്മ സെന്റർ സംഘടിപ്പിച്ച മികവ് 2026 അനുമോദന പരിപാടി ശ്രദ്ധേയമായി. ഉന്നത ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ +2, SSLC, സമസ്ത പൊതുപരീക്ഷാ വിഭാഗങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ആറങ്ങാടി അർ-റഹ്മ സെന്റർ സംഘടിപ്പിച്ച മികവ് 2026 അനുമോദന പരിപാടി ശ്രദ്ധേയമായി. ഉന്നത ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ +2, SSLC, സമസ്ത പൊതുപരീക്ഷാ വിഭാഗത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ രക്ഷിതാക്കൾക്ക് കൂടി ആദരവ് നൽകിയത് വേറിട്ട കാഴ്ചയായി. അർ-റഹ്മ സെന്റർ ചെയർമാൻ ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അനുമോദിക്കുക. അങ്ങനെ അനുമോദിക്കുമ്പോൾ ഇതിപ്പോൾ നാട്ടിൽ ഒരുപാട് അനുമോദനങ്ങളും ഈ വിദ്യോത്സവങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നു. എന്നാൽ ഈ അനുമോദനം ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ട ധാരണ, നിങ്ങളെ ഒരു നാട് വിളിച്ച് അനുമോദിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ പഠിച്ചു നേടിയ മികവിന് അല്ലെങ്കിൽ അംഗീകാരം നിങ്ങളുടെ നാട് അംഗീകരിക്കുകയാണ്, നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. ഇനിയും തുടർന്ന് അങ്ങോട്ടുള്ള പരീക്ഷകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ഉന്നതമായ വിജയം നേടാൻ കഴിയണം. അങ്ങനെ ഈ നാടിന്റെ അഭിമാനങ്ങളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉപഹാരം എന്നുള്ള നിലയിലല്ല നിങ്ങളെ അനുമോദിക്കുന്ന ഈ ചടങ്ങൊക്കെ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ രോഹിൻ രാജ് KAS മുഖ്യാതിഥിയായി. കൂളിയങ്കാൽ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ജുറൈജ് ഇഷാമി പ്രാർത്ഥന നടത്തി. ആയിഷ ഫർസാന ടീച്ചർ ക്ലാസിന് നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് CH സെന്റർ ചെയർമാൻ തായൽ അബൂബക്കർ ഹാജി പുരസ്കാര വിതരണം നടത്തി. മുത്തലീബ് കൂളിയങ്കാൽ ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ MP ജാഫർ, വാർഡ് കൌൺസിലർ ബിന്ദു പ്രകാശ്, കനിവ് കൊളവേൽ ചെയർമാൻ സുറൂർ മൊയ്തു ഹാജി, കോൺഗ്രസ് നേതാവ് KP ബാലകൃഷ്ണൻ, A ഹമീദ് ഹാജി, PM അസൈനാർ ഹാജി, യാക്കൂബ് ആവിയിൽ, അർ-റഹ്മ സെന്റർ ജനറൽ കൺവീനർ AK മുഹമ്മദ്, ട്രഷറർ MK റഷീദ്, T റംസാൻ, T ഗാദർ ഹാജി, T അസീസ്, റഷീദ് തോയമൽ, T അന്തുമാൻ, മുഹമ്മദ് ഖാസി ഹാജിം, ഇബ്രാഹിം പള്ളിക്കര, ജലീൽ കാർത്തിക, KM മുഹമ്മദ്, EK മജീദ്, റഫീഖ് നിലാങ്കര, CH ഇക്ബാൽ അഷ്റഫി, അലങ്കാർ അബൂബക്കർ ഹാജി, KK സിറാജ്, ഷെരീഫ് പാലക്കി, BK ഫൈസൽ, PV അർഫാന തുടങ്ങിയവർ സംസാരിച്ചു. ആക്ടിംഗ് കൺവീനർ അഷ്റഫ് കോട്ടക്കുന്ന് സ്വാഗതവും MK ലത്തീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 3 രാജ്യങ്ങളിലായി നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെയും ലഹരിക്കെതിരെ കളിക്കാം ഒന്നായി എന്ന സന്ദേശത്തിന്റെ ഭാഗമായി
കാഞ്ഞങ്ങാട് നഗരസഭ പുരുഷ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും ഫുട്ബോൾ മത്സരവും വനിതാ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും ഷൂട്ടൌട്ട് മത്സരവും നടത്തി. ആവേശകരമായ സൗഹൃദ ഫുട്ബോൾ മത്സരം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. 3 രാജ്യങ്ങളിലായി നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെയും ലഹരിക്കെതിരെ കളിക്കാം ഒന്നായി എന്ന സന്ദേശത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ പുരുഷ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും ഫുട്ബോൾ മത്സരവും വനിതാ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും ഷൂട്ടൌട്ട് മത്സരവും നടത്തി. ആവേശകരമായ സൗഹൃദ ഫുട്ബോൾ മത്സരം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുക്കെ ഫുട്ബോൾ തരംഗമാണ്. ഞങ്ങളുടെ ടീം ജയിക്കണേ അല്ലെങ്കിൽ എൻ്റെ ടീം ജയിക്കണേ എന്നത് ഇന്നെല്ലാവരുടെയും നാക്കു മുമ്പിൽ വരുന്ന വർത്തമാനമാണ്. ചില പ്രമുഖ ടീമുകളെല്ലാം ഇതിനകം തന്നെ ഔട്ടായി. എന്നാലും ഇനി ഏത് ടീമാണ് വിജയത്തിലേക്ക് എത്തുന്നത് ഇപ്പം പറയാൻ കഴിയില്ല. ഈ ടൂർണമെൻറ്റിൻ്റെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭ ഇത്തരമൊരു പ്രദർശന മത്സരം സംഘടിപ്പിക്കുന്നത്. ഒരു കളി ജയിക്കണമെങ്കിൽ ടീം എത്രയും ഗംഭീരമായിരിക്കണം. കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർമാരും ജീവനക്കാരും ചേർന്നതാണ് നമ്മുടെ ടീം. ഈ 2 പേരും ഒന്നിച്ചു ചേർന്നാലേ നഗരത്തിൽ ഏറ്റവും മികച്ച വിജയം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ടീമായി കാഞ്ഞങ്ങാട് നഗരസഭയെ കേരളത്തിലെ മികച്ച നഗരസഭയാക്കാൻ ജീവനക്കാരും കൗൺസിലർമാരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുക എന്ന സന്ദേശം കൂടി ഈ കളിയുടെ പിന്നിൽ ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ MP ജാഫർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഫൗസിയ ഷെരീഫ്, M സുമതി എന്നിവർ സംസാരിച്ചു. ആവേശകരമായ മത്സരത്തിൽ ജീവനക്കാരുടെ ടീം ജേതാക്കളായി. വനിതാ ഷൂട്ടൌട്ട് മത്സരത്തിൽ കൗൺസിലർ ജസീല മുഹമ്മദ് ജേതാവായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. വീടുകൾ തകർന്നും വൈദ്യുത തൂണുകൾ ഒടിഞ്ഞു വീണും നാശനഷ്ടം. തൃക്കരിപ്പൂരിൽ വൻ മയക്കുമരുന്നു വേട്ട. 1.20 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കുമ്പളയിലെ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത് എല്ലാവരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ഇതിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും കുമ്പള പഞ്ചായത്ത് ഭരണസമിതി. ലോകകപ്പ് ഫുട്ബോൾ ആവേശം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകകപ്പ് ഫുട്ബോൾ റാലിയും പെനാൽറ്റി ഷൂട്ടൌട്ടും നടത്തി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ അച്ചടി ദൃശ്യ മാധ്യമ പുരസ്കാര സമർപ്പണം നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബും കാസർഗോഡ് ഡയലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും സംയുക്തമായി പ്രീ ഡയബറ്റിക് മിനി ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇൻസ്പയർ മാനിക് അവാർഡ് ജേതാവ് CH മുഹമ്മദ് ആദിലിന് ആദരവ്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഉദുമ MLA K നീലകണ്ഠന്റെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.